നമസ്തേ. 4/3/2025 ചൊവ്വാഴ്ച തൊഴിൽ മേഖല എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ എല്ലാ ദിവസവും 10 മണിക്ക് ഞാൻ പലരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ നക്ഷത്രഫലം എന്നുള്ളത് 10 മണിക്കാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. എല്ലാവരും 10 മണിക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തൊഴിൽ മേഖല എന്ന ഭാഗം ഉച്ച കഴിഞ്ഞ് 3 മണിക്കും പോസ്റ്റ് ചെയ്യും. അപ്പോൾ 10 AM 3 AM അല്ല 3 PM 10 AM 3 PM ഈ 2 ടൈം നിങ്ങൾ ഓർത്തിരിക്കുക. 10 AM 3 PM 10 AM നിങ്ങളുടെ നക്ഷത്രഫലം, 3 PM നിങ്ങളുടെ തൊഴിൽ മേഖല. ഇത് ഓർത്തിരിക്കുക. ഇനി മുതൽ ഞാൻ ഇങ്ങനെ പലരും പറഞ്ഞ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു മാറ്റം വരുത്തിയിട്ടുള്ളത്. ഈ മാറ്റം നിങ്ങൾക്ക് അനുയോജ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മെസ്സേജ് ചെയ്യുക. മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. കൂടുതൽ തൊഴിൽ മേഖലകൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. പക്ഷെ അത് സ്വീകരിക്കാവുന്നതാണ്. എല്ലാം സ്വീകരിക്കാൻ പറ്റുമെന്ന് വന്നിട്ടില്ല. എങ്കിലും സ്വീകരിക്കാവുന്നത് തീർച്ചയായും സ്വീകരിക്കും. നിങ്ങളുടെ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നിങ്ങൾ എൻ്റെ എല്ലാ പോസ്റ്റുകളും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അത് കാണുന്നവരൊക്കെ ഒരു സ്റ്റിക്കറെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഒന്ന് ഷെയർ ചെയ്യുകൂടെ ചെയ്യുക. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ഇതിൽ കാണുക, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. അതിന് ഫീസ് ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി. മേടം രാശിക്കാർക്ക് പൊതുവെ ശുഭകരമായ ഒരു ദിവസമാണ്. തൊഴിൽ മേഖലയിൽ ആരോഗ്യ മേഖല വളരെ അനുകൂലമാണ്. അതേപോലെ പഴക്കച്ചവടക്കാർക്ക് അനുകൂലമാണ്. പൂജാദ്രവ്യങ്ങൾ വിൽപ്പന നടത്തുന്നവർക്ക് അനുകൂലം. സ്റ്റാർട്ടപ്പുകൾ അവർക്ക് മേന്മയുണ്ട്. ശില്പികൾ, രാഷ്ട്രീയക്കാർ, അതേപോലെ സ്വർണ്ണ മേഖലയിലുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, ആയോധന കലാരംഗം, മരവ്യവസായം, സിഒമാർ ഇവർക്കൊക്കെ മേന്മയുള്ള ദിവസമാണ്. അതേപോലെ കാർഷിക മേഖല, ടെക്സ്റ്റൈൽസ് മേഖല, മനോരോഗ ചികിത്സാ രംഗം, പെയിൻറ്റിങ്, ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, സ്ത്രീകൾ നടത്തുന്ന തൊഴിലുകൾ, ശീതളപാനീയ വിൽപ്പന, വഴിയോര കച്ചവടം, മൃഗസംരക്ഷണ മേഖല, ബേക്കറി ഐറ്റംസുകൾ, സാമൂഹ്യ പ്രവർത്തകർ, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും മേടം രാശിക്കാർക്ക് മേന്മയാണ്. അതേപോലെ അഗ്നി സംബന്ധമായ തൊഴിലുകൾ, സാഹസിക പ്രവൃത്തികൾ, പൊതുവെ കച്ചവട മേഖല പൊതുവെ അനുകൂലമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖല, പ്രതിരോധ സൈനിക മേഖല, സാങ്കേതിക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗക്കാർ, ഇലക്ട്രോണിക്സ് മേഖല, IT മേഖല, ഇരുമ്പ്, സ്റ്റീല് മുതലായ കൊണ്ടുള്ള വ്യവസായങ്ങൾ, തൊഴിൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാനേജിംഗ് മേഖല, ഡ്രൈവർമാർക്ക്, ഇലക്ട്രോണിക്സ് മേഖല, നിയമപാലനം, പോലീസ്, കോടതി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടവ, ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കച്ചവടം, ഇതൊക്കെ മേന്മയുണ്ടാവും. അതേപോലെ വിദ്യാഭ്യാസ മേഖല, സോഷ്യൽ മീഡിയ പ്രവർത്തകർ, പത്രപ്രവർത്തകർ, ഗവേഷകർ, ഡാറ്റ അനാലിസ്റ്റുകൾ, ധനകാര്യ മേഖല, PR മേഖല ഒക്കെ അനുകൂലമായിരിക്കും. അതേപോലെ ദേവകാര്യങ്ങൾ നടത്തുന്നവർ, കൺസൾട്ടിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അഭിഭാഷകർ, ടൂറിസം മേഖല, പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്ന ആസൂത്രണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, സർക്കാർ ജീവനക്കാർ, ബിസിനസ്സുകാർ, അങ്ങനെയുള്ളവർക്കും പൊതുവെ അനുകൂലം ആയിരിക്കും. അതേപോലെ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കളൊക്കെ വിപണനം നടത്തുന്നവർ, വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ബ്യൂട്ടി പാർലർ, ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മേഖല, നഴ്സിംഗ് മേഖല, സിനിമ മേഖല, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ആഭരണ മേഖല, ഉപഭോക്തൃ സംരക്ഷണ മേഖല, ഹോം നഴ്സിംഗ് മേഖലയൊക്കെ മേന്മയുള്ളതായിരിക്കും. അതേപോലെ നിർമ്മാണ മേഖല, ശുചീകരണ മേഖല, ഹോട്ടൽ തൊഴിലാളികളുടെ മേഖല,
മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർ, അതുപോലെ മത്സ്യമാംസാദികളൊക്കെ വിൽക്കുന്നവർക്കും അനുകൂലമുള്ള ഒരു ദിവസം ആയിരിക്കും. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ തൊഴിൽ മേഖല അനുകൂലമുള്ളതാണ്. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ തൊഴിൽ മേഖലയ്ക്ക് നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ഇനി 4/3/2025 ചൊവ്വാഴ്ച മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മേടക്കൂറാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇടവക്കൂറ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഒരു ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയാണ് തൊഴിൽ മേഖലയിൽ ഇടവക്കൂറുകാർക്കുള്ളത്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖല അനുകൂലമാണ്. അതുപോലെ പഴക്കച്ചവടക്കാർക്കൊക്കെ അനുകൂലമാണ്. ശില്പികൾ, രാഷ്ട്രീയക്കാർ അവർക്ക് അനുകൂലമാണ്. സ്റ്റാർട്ടപ്പുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. പൂജാദ്രവ്യങ്ങൾ അനുകൂലമാണ്. അതേപോലെ സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, മരവ്യവസായം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടവർക്ക് അനുകൂലമാണ്. എന്നാൽ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ടെക്സ്റ്റൈൽസ് മേഖലയിൽ അനുകൂലമല്ല. മനോരോഗ ചികിത്സാ രംഗത്ത് അനുകൂലമല്ല. അതേപോലെ പെയിൻറ്റിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. സ്ത്രീകൾ നേരിട്ട് നടത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം. ശീതളപാനീയ വിൽപ്പന, വഴിയോര കച്ചവടമൊന്നും അത്ര മേന്മയില്ല. അതും സ്ത്രീകൾ നേരിട്ട് നടത്തുന്ന കച്ചവടങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുപോലെ ബേക്കറി സംബന്ധമായ കാര്യങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർ, മൃഗസംരക്ഷണ മേഖലയൊന്നും അത്ര അനുകൂലം അല്ല. അതേപോലെ സാഹസിക കർമ്മങ്ങൾ അനുകൂലമല്ല. അഗ്നി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമല്ല. കച്ചവടം പൊതുവെ അനുകൂലമല്ല. റിയൽ എസ്റ്റേറ്റ് മേഖല അനുകൂലമല്ല. പ്രതിരോധ, സൈനിക മേഖല, സാങ്കേതിക, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്കൊന്നും അനുകൂലമല്ല. ഇരുമ്പ്, സ്റ്റീല് മുതലായ കൊണ്ടൊക്കെ നടത്തുന്ന വ്യവസായങ്ങൾ അനുകൂലമല്ല. IT മേഖല അനുകൂലമല്ല. മാനേജിംഗ് മേഖല പൊതുവെ പ്രയാസം നിറഞ്ഞതായിരിക്കും. ഡ്രൈവർമാർക്ക് അനുകൂലമല്ല. ഇലക്ട്രോണിക്സ് മേഖല അനുകൂലമല്ല. പോലീസ്, കോടതി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അത്ര മേന്മയില്ല. ലോട്ടറി കച്ചവടം അത്ര അനുകൂലം ആയിരിക്കില്ല. എന്നാൽ വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷകർ ഇവർക്കൊക്കെ അനുകൂലമാണ്. PR മേഖല, ധനകാര്യ മേഖല, ഡേറ്റ അനാലിസിസ്റ്റുകൾക്കും അനുകൂലമാണ്. എന്നാൽ പൊതുവെ IT മേഖലക്കാർക്ക്, ഇടവക്കൂറുകാർക്ക് അനുകൂലമല്ല താനും. ഇനി ദേവകർമ്മങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമല്ല. കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷകർക്ക് അത്ര മേന്മയുള്ളതല്ല. ടൂറിസം മേഖല, ബിസിനസ് രംഗം ഇതൊന്നും അത്ര മേന്മയല്ല. നയതന്ത്ര മേഖല, രാജ്യാന്തര വ്യാപാരമൊന്നും അത്ര അനുകൂലമല്ല. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമല്ല. പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്കും അനുകൂലം അല്ല. എന്നാൽ ഫാഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഇടവക്കൂറുകാർക്ക് അനുകൂലമാണ്. അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ ഇവർക്കൊക്കെ അനുകൂലമാണ്. വിവാഹ സംബന്ധമായ വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ അനുകൂലമാണ്. ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മേഖലയും നഴ്സുമാർക്കൊക്കെ അനുകൂലമാണ്. നഴ്സിംഗ് മേഖല അനുകൂലമാണ്. സിനിമാ മേഖല, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ആഭരണ മേഖല ഒക്കെ അനുകൂലമാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖല, ഹോം നഴ്സിംഗ് മേഖല, അതേപോലെ എന്നാൽ നിർമ്മാണ മേഖല, കൺസ്ട്രക്ഷൻ മേഖല അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖല തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർ, മത്സ്യമാംസാദികൾ കച്ചവടം ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. ഇനി മിഥുനക്കൂറ്. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. 4/3/2025 ചൊവ്വാഴ്ച മിഥുനക്കൂറുകാരുടെ തൊഴിൽ മേഖല. മിഥുനക്കൂറുകാർക്ക് പൊതുവെ ഒട്ടും അനുകൂലമല്ലാത്ത തൊഴിൽ മേഖല ദിവസമാണ്. എങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ ഇവർക്കൊക്കെ മേന്മയുണ്ടാകും. ഡേറ്റ അനാലിസിസ്റ്റുകൾക്ക് ഉണ്ടാവും. ധനകാര്യ മേഖലയിലും PR മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാകും.
ബാക്കി കാര്യങ്ങളിലൊക്കെ പൊതുവെ മിഥുനക്കൂറുകാർക്ക് അത്ര മേന്മയില്ല. ആരോഗ്യ മേഖല, പഴക്കച്ചവടം, സ്റ്റാർട്ടപ്പുകൾ, പൂജാദ്രവ്യം, ശില്പികൾ, രാഷ്ട്രീയക്കാർ ഇവർക്കൊന്നും തന്നെ അനുകൂലമല്ലാത്ത ദിവസമാണ്. അതേപോലെ സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, മര വ്യവസായം ഇവർക്കും അത്ര അനുകൂലമല്ല. അതുപോലെ എന്നാൽ കാർഷിക മേഖലയിലുള്ള മിഥുനക്കൂറുകാർക്ക് മേന്മയാണ്. ടെക്സ്റ്റൈൽസ് മേഖല മേന്മയാണ്. മനോരോഗ ചികിത്സ ഭാഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. പെയിൻറ് മേഖല അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, സ്ത്രീകൾ നേതൃത്വം നൽകുന്ന തൊഴിലുകൾക്കൊക്കെ എളുപ്പം മേന്മയുണ്ടാവും. ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർക്കൊക്കെ കൊള്ളാം. മൃഗസംരക്ഷണ മേഖല പൊതുവെ അനുകൂലമായിരിക്കും. ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കും. സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ അഗ്നിസംബന്ധമായ തൊഴിൽ, സാഹസിക പ്രവർത്തികൾ ഇവർക്കൊന്നും മിഥുന രാശിക്കാർക്ക് അനുകൂലമല്ല. കച്ചവടം പൊതുവെ അനുകൂലമല്ല. പിന്നെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കച്ചവടം അനുകൂലമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മേന്മയുണ്ടാകും. പക്ഷെ കച്ചവടം പൊതുവെ അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് മേഖല അനുകൂലമല്ല. ഇലക്ട്രോണിക്സ് മേഖല അനുകൂലമല്ല. ഇരുമ്പ്, സ്റ്റീല് മുതലായ കൊണ്ടുള്ള വ്യവസായങ്ങളോ അനുബന്ധ കാര്യങ്ങളൊന്നും അനുകൂലമല്ല. അതേപോലെ ആട് ഫാം നടത്തുന്നവർക്ക് അനുകൂലമല്ല. IT മേഖല അനുകൂലമല്ല. ഡ്രൈവർമാർക്ക് അത്ര മേന്മയില്ല. സ്പോർട്സ് രംഗത്തുള്ളവർക്ക് അനുകൂലമല്ല. പോലീസ് തുടങ്ങിയവർക്ക് അനുകൂലമല്ല. ലോട്ടറി കച്ചവടം നടത്തുന്നവർക്ക് അനുകൂലം അല്ല. അതേപോലെ ദേവകാര്യങ്ങളൊക്കെ ചെയ്യുന്ന മിഥുനക്കൂറുകാർക്ക് അനുകൂലമല്ല. കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷകർ ഇവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. സർക്കാർ ജീവനക്കാർ, പ്രൊജക്റ്റുകൾ ആസൂത്രണം ചെയ്യുന്നവർ, ടൂറിസം മേഖല, ബിസിനസ് രംഗം ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കളൊക്കെ വിൽപ്പന നടത്തുന്നവർ, അതിൻ്റെ ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങളെല്ലാം. വിവാഹ സംബന്ധമായ മേഖല, ബ്യൂട്ടി പാർലർ, വാഹനങ്ങൾ, ഇൻറ്റീരിയർ ഡിസൈൻ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ആഭരണ മേഖല, ഉപഭോക്തൃ മേഖല, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മേഖല, നഴ്സിംഗ് മേഖല, സിനിമാ മേഖല, ഉപഭോക്തൃ സംരക്ഷണ മേഖല, ഹോം നഴ്സിംഗ് മേഖല ഒന്നും അനുകൂലം അല്ല. പൊതുവെ ആരോഗ്യ മേഖല അനുകൂലമല്ലെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിൽ ഒന്നുകൂടെ പറഞ്ഞെന്ന് മാത്രം. കൂടുതൽ അനുകൂലമല്ല എന്ന് ശ്രദ്ധിക്കണം അങ്ങനെയുള്ളവർ. നിർമ്മാണ മേഖല, കൺസ്ട്രക്ഷൻ മേഖല അനുകൂലമല്ല. ശുചീകരണ മേഖല അനുകൂലമല്ല. ഹോട്ടൽ മേഖല തൊഴിലാളികൾക്ക് അത്ര അനുകൂലമല്ല. മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. അതേപോലെ മത്സ്യമാംസാദികളൊക്കെ വിൽപ്പന നടത്തുന്ന മിഥുനക്കൂറുകാർക്ക് അനുകൂലം അല്ല. ഇനി കർക്കിടകക്കൂറ് 4/3/2020 ചൊവ്വാഴ്ച കർക്കിടകക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് ദോഷകരമാണ് എങ്കിലും ദൈവാധീനമുള്ളതിൻ്റെ ഒരു മേന്മയുണ്ടാകും അവരെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. അതേപോലെ പഴക്കച്ചവടക്കാർക്കൊന്നും അത്ര അനുകൂലമല്ല. കച്ചവട മേഖല പൊതുവെ അനുകൂലമല്ല. അതേപോലെ പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ശില്പികൾ, രാഷ്ട്രീയക്കാർ ഇവർക്ക് അനുകൂലമല്ല. സ്വർണ്ണ മേഖല അനുകൂലമല്ല. ആയോധന കലാരംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അതേപോലെ മര വ്യവസായക്കാർക്കൊന്നും അനുകൂലമല്ല. എക്സിക്യൂട്ടീവ് CEO അത്ര അനുകൂലമല്ല. എന്നാൽ കാർഷിക മേഖല അനുകൂലമാണ്. ടെക്സ്റ്റൈൽസ് മേഖലയിലൊക്കെയുള്ള കർക്കിടകക്കൂറുകാർക്ക് മേന്മയുണ്ടാകും. മനോരോഗ ചികിത്സകർക്ക് അനുകൂലമാണ്. പെയിൻറ്റിംഗ് രംഗം അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അനുകൂലമാണ്. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന തൊഴിലുകൾ അനുകൂലമാണ്. ശീതളപാനീയ വിൽപ്പന, വഴിയോര കച്ചവടമൊക്കെ മേന്മയുണ്ടാകും. മൃഗസംരക്ഷണ മേഖല അനുകൂലമാണ്. ബേക്കറി അനുകൂലമാണ്. സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. എന്നാൽ സാഹസിക കർമ്മങ്ങൾ, അഗ്നിസംബന്ധമായ തൊഴിലുകൾ, ഫയർഫോഴ്സ് മേഖലയൊന്നും അനുകൂലമല്ല. കച്ചവടക്കാർക്ക് പൊതുവെ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ തൊഴിൽ അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. സാങ്കേതിക, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് മേഖല, IT മേഖല, ഇരുമ്പ്, സ്റ്റീൽ കൊണ്ടുള്ള കാര്യങ്ങളൊന്നും, അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങളൊന്നും അനുകൂലമല്ല. ആട് ഫാം അനുകൂലമല്ല. ഡ്രൈവർമാർക്ക് അനുകൂലമല്ല. ഇലക്ട്രോണിക്സ് മേഖല അനുകൂലമല്ല. നിയമപാലനം, പോലീസ് മുതലായവ, കോടതി വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത്ര അനുകൂലമല്ല. ലോട്ടറി കച്ചവടക്കാർക്ക് അനുകൂലമല്ല. അതേപോലെ വിദ്യാഭ്യാസ മേഖല, സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഇവർക്കൊന്നും കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമല്ല.
എഴുത്തുകാർ, പത്രപ്രവർത്തകർ, ഡാറ്റ അനാലിസ്റ്റുകൾ, ധനകാര്യ മേഖല, PR മേഖല അനുകൂലമല്ല. അതേപോലെ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖല അനുകൂലമാണ്. അഭിഭാഷകർ, ന്യായാധിപന്മാർ മുതലായവർക്ക് പൊതുവേ അനുകൂലമാണ്. എന്നാലും ന്യായാധിപന്മാർ, കർക്കിടകക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. സർക്കാർ ജീവനക്കാർ, അതിൽ ആസൂത്രണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ടൂറിസം മേഖല, ബിസിനസ് രംഗം, ഇതൊക്കെ മേന്മയുള്ള ദിവസമാണ്. അതേപോലെ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കളുടെ മേഖല, ആഡംബര വസ്തുക്കളുടെ മേഖല, വിവാഹ സംബന്ധമായ തൊഴിൽ മേഖല, മാരേജ് ബ്യൂറോ, ബ്യൂട്ടി പാർലർ, ഇതൊക്കെ മേന്മയുള്ള ദിവസമാണ്. ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ, നഴ്സിംഗ് മേഖല, സിനിമാ മേഖല, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ആഭരണ മേഖലയൊക്കെ അനുകൂലമാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതിലെ ഹോം നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ്. എന്നാൽ നിർമ്മാണ മേഖല അനുകൂലമല്ല. മത്സ്യമാംസാദി കച്ചവടം ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമായ ദിവസം അല്ല കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഇനി ചിങ്ങക്കൂറ്, 4/3/2025 ചൊവ്വാഴ്ച ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറുകാർക്ക് ദൈവാധീനം വളരെ കുറവാണ്. ആരോഗ്യ മേഖലയിലൊന്നും വർക്ക് ചെയ്യുന്നവർക്ക് ഒട്ടും അനുകൂലമല്ല. അതേപോലെ പെട്ടെന്ന് ഡാമേജ് ആവുന്ന വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ശില്പികൾ, രാഷ്ട്രീയക്കാർ ഇവർക്ക് അനുകൂലമല്ല. സ്വർണ്ണ മേഖല, ആയോധന മേഖല അവർക്കൊന്നും അനുകൂലമല്ല. മരവ്യവസായം അനുകൂലമല്ല. അതേപോലെ കാർഷിക മേഖല, ടെക്സ്റ്റൈൽസ് മേഖല, മനോരോഗ ചികിത്സ, പെയിൻറ്റിംഗ് മേഖല ഇവർക്കൊന്നും അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, സ്ത്രീകൾ നേതൃത്വം നൽകുന്ന തൊഴിലുകളൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിസ്ഥിതി പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശീതളപാനീയ വിൽപ്പന, വഴിയോര കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കണം. മൃഗസംരക്ഷണ മേഖല, ബേക്കറി, സാമൂഹ്യ പ്രവർത്തകർ ഇവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ചിങ്ങക്കൂറുകാരായ രാഷ്ട്രീയക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത തല്ലുകൊള്ളാനൊക്കെ പോകേണ്ട അവസ്ഥ ഉണ്ടാവരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എന്നാൽ സാഹസിക കർമ്മങ്ങൾ പൊതുവെ അനുകൂലമാണ്. കച്ചവടം, ഭൂമി, സാഹസിക മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിൽ സ്വീകരിച്ചവർക്കാണ് കേട്ടോ, അല്ലാണ്ട് ഓടി ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നവർക്കല്ല. കച്ചവടം പൊതുവെ അനുകൂലമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖല അനുകൂലമാണ് ചിങ്ങക്കൂറുകാർക്ക്. പ്രതിരോധ സൈനിക മേഖല, സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് മേഖലയൊക്കെ അനുകൂലമാണ്. ചില അംഗീകാരങ്ങളൊക്കെ കിട്ടാം. IT മേഖല, ആട് ഫാം, ഇരുമ്പ്, സ്റ്റീൽ മുതലായ കൊണ്ടുള്ള അതൊക്കെ അനുകൂലമാണ്. മാനേജിംഗ് മേഖല അനുകൂലമാണ്. ഡ്രൈവർമാർ, ഇലക്ട്രോണിക് വർക്ക് ചെയ്യുന്നവർ, ലോട്ടറി കച്ചവടക്കാർക്ക് അനുകൂലമാണ്. അതേപോലെ നിയമപാലനം, പോലീസ്, കോടതി ഒക്കെ അനുകൂലമാണ്. യന്ത്രങ്ങളുടെ മെക്കാനിക്സ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഈ അനുകൂലമാണെന്നുള്ളവർക്ക് ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ നല്ല മേന്മയുണ്ടാകും. ജാതകം വളരെ മോശമാണെങ്കിൽ മേന്മ വളരെ കുറവായിരിക്കും. അതുകൂടെ മനസ്സിലാക്കണം നിങ്ങൾ. അതേപോലെ വിദ്യാഭ്യാസ മേഖല ചിങ്ങക്കൂറുകാർക്ക് മേന്മയുള്ളതാണ്. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് മേന്മയുണ്ട്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷകർ, ഡാറ്റ അനാലിസ്റ്റുകൾ ഇവർക്കൊക്കെ ഗുണമുണ്ട്. ധനകാര്യ മേഖല, PR മേഖലയൊക്കെ മേന്മയുണ്ടാകും. എന്നാൽ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. കൺസൾട്ടിംഗ് മേഖല അനുകൂലമല്ല. അഭിഭാഷകർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമല്ല. ആസൂത്രണം, പ്രൊജക്റ്റ് ഇതൊന്നും അനുകൂലമല്ല. ടൂറിസം മേഖല, ബിസിനസ് രംഗം അത്ര മേന്മയില്ല. അതേപോലെ നയതന്ത്ര മേഖല, രാജ്യാന്തര വ്യാപാരമൊക്കെ അത്ര മേന്മയുള്ളതായിരിക്കില്ല. എന്നാൽ ഫാഷൻ, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ അനുകൂലമാണ്. വിവാഹ സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ അനുകൂലമാണ്. ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വാഹനങ്ങൾ, ഹോസ്പിറ്റൽ, നഴ്സിംഗ് മേഖല അനുകൂലമാണ്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മേഖല അനുകൂലമാണ്. സിനിമാ മേഖല അനുകൂലമാണ്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ആഭരണ മേഖല, ഉപഭോക്തൃ സംരക്ഷണ മേഖല, ഹോം നഴ്സിംഗ് മേഖലയൊക്കെ അനുകൂലം ആണ്. എന്നാൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖല തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർ, മത്സ്യമാംസാദി കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവരൊന്നും അത്ര അനുകൂലം അല്ല. നിങ്ങൾക്ക് പ്രത്യേകമായി ഉൾപ്പെടുത്തേണ്ടതായ തൊഴിൽ മേഖലകൾ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തൊഴിൽ മേഖലകൾ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്താൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കണം. ഇനി 4/3/2025 ചൊവ്വാഴ്ച
കന്നിക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാർക്ക് ദോഷമാണ്. എങ്കിലും ദൈവാധീനമുള്ളതിൻ്റെ ഒരു മേന്മയൊക്കെ ഉണ്ടാകും. ആരോഗ്യ മേഖല കുറേ മേന്മയുള്ളതാണ്. പഴക്കച്ചവടക്കാർക്കൊക്കെ മേന്മയുണ്ട്. പൂജാദ്രവ്യങ്ങൾ കൊള്ളാം. ശില്പികൾ, രാഷ്ട്രീയക്കാർ എന്നിവർക്ക് കൊള്ളാം. സ്റ്റാർട്ടപ്പുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, മര വ്യവസായം ഇതൊക്കെ അനുകൂലമാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ്. എന്നാൽ കാർഷിക മേഖല അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ അനുകൂലമല്ല. ടെക്സ്റ്റൈൽസ് മേഖല അനുകൂലമല്ല. ശീതളപാനീയ വിൽപ്പന, വഴിയോര കച്ചവടം ഇതൊന്നും അത്ര അനുകൂലമല്ല. മൃഗസംരക്ഷണ മേഖല അനുകൂലമല്ല. ബേക്കറി സാധനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അനുകൂലമല്ല. സാമൂഹ്യ പ്രവർത്തകർക്കൊന്നും അത്ര മേന്മയുള്ള ദിവസം അല്ല കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ സാഹസിക കർമ്മങ്ങളൊന്നും ചെയ്യുന്നവർക്ക്, അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ, കച്ചവടക്കാർ പൊതുവെ ഒന്നും അനുകൂലമല്ല. ഭൂമി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല. റിയൽ എസ്റ്റേറ്റ് മേഖലയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. ഇലക്ട്രോണിക്സ് മേഖല അനുകൂലമല്ല. ആട് ഫാം അനുകൂലമല്ല. ഇരുമ്പ്, സ്റ്റീല് മുതലായ കൊണ്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. IT മേഖല, മാനേജിംഗ് മേഖല അനുകൂലമല്ല. ഡ്രൈവർമാർ, സ്പോർട്സ് രംഗം, നിയമപാലനം, പോലീസ്, കോടതി ഇതൊന്നും അത്ര അനുകൂലമല്ല. ലോട്ടറി കച്ചവടക്കാർക്ക് അനുകൂലമല്ല. വിദ്യാഭ്യാസ മേഖല കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ല. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമല്ല. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ ഇവർക്കൊന്നും അനുകൂലമല്ല. ധനകാര്യ മേഖല, PR മേഖല ഒന്നും അനുകൂലമല്ല. എന്നാൽ ദേവകാര്യങ്ങളിലൊക്കെ അനുഷ്ഠിക്കുന്ന കന്നിക്കൂറുകാർക്ക് മേന്മയുണ്ട്. കൺസൾട്ടിംഗ് മേഖല മേന്മയുണ്ട്. അഭിഭാഷകർക്ക് മേന്മയുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് പൊതുവെ അനുകൂലമാണ്. ആസൂത്രണം ചെയ്യുന്ന പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ടൂറിസം മേഖല, ബിസിനസ് പൊതുവെ അനുകൂലമാണ്. എന്നാൽ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കളൊന്നും അനുകൂലമല്ല. അതേപോലെ വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ബ്യൂട്ടി പാർലർ അനുകൂലമല്ല. ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അനുകൂലമല്ല. നഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. സിനിമാ മേഖല, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ആഭരണ മേഖല, ഉപഭോക്തൃ സംരക്ഷണ മേഖല, ഹോം നഴ്സിംഗ് മേഖല അനുകൂലം അല്ല. എന്നാൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ അനുകൂലമാണ്. മത്സ്യമാംസാദികളൊക്കെ വിൽക്കുന്ന കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ്. ശുചീകരണ തൊഴിലാളികൾക്ക് അനുകൂലമാണ്. ഹോട്ടൽ മേഖല തൊഴിലാളികൾക്ക് അനുകൂലമാണ്. മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ കന്നിക്കൂറുകാർക്ക് അനുകൂലം ആണ്. ഇനി തുലാം രാശി 4/3/2020 ചൊവ്വാഴ്ച. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം അനുകൂലമല്ല. തൊഴിൽ മേഖലയൊക്കെ വളരെ പ്രയാസപ്പെട്ട ഒരു സമയമാണ്. ദൈവാധീനവും ഒട്ടുമില്ലാത്തൊരു സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. രാഷ്ട്രീയക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ, ശീതളപാനീയവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം, കച്ചവടക്കാർ എല്ലാ മേഖലയിലും ശ്രദ്ധിക്കണം. ടെക്സ്റ്റൈൽസ് മേഖലയൊക്കെ കച്ചവടത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് അവരതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. IT മേഖല ഒട്ടും അനുകൂലമല്ല. ഇലക്ട്രോണിക്സ് മേഖല, ഡ്രൈവർമാരൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതേപോലെ ലോട്ടറി കച്ചവടക്കാർക്കൊക്കെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൃഗസംരക്ഷണ മേഖല ഒട്ടും അനുകൂലമല്ല. അങ്ങനെ പൊതുവെ വിദ്യാഭ്യാസ മേഖല, സോഷ്യൽ മീഡിയ പ്രവർത്തകർ വളരെയധികം തുലാം രാശിക്കാരെ ശ്രദ്ധിക്കണം. പത്രപ്രവർത്തകർക്കും അനുകൂലമൊക്കെയാണ്. ധനകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ തുലാം രാശിക്കാർ അവരുടെ കർമ്മ മേഖലയിലേക്ക് പോകുമ്പോൾ ദൈവാധീനം ഉണ്ടാക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ മേഖലയിലും പോകുക. കാരണം ദൈവാധീനം ഒട്ടുമില്ല തുലാം രാശിക്കാർക്ക് കുറച്ച് നാളായിട്ട്. വാക്കുകൾ ഭംഗിയായിട്ട് ഉപയോഗിച്ച് കാര്യങ്ങൾ എന്തെങ്കിലും നേടാമെങ്കിലുള്ള അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം തുലാം രാശിക്കാർക്ക് അനുകൂലമല്ലാത്ത അവസ്ഥ ആണ്. ഇനി വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് ആരോഗ്യ മേഖല വളരെ പ്രയാസമാണ്. അവർക്കൊന്നും അനുകൂലമല്ല. അതേപോലെ കച്ചവടക്കാർക്ക് അത്ര മേന്മയൊന്നുമില്ല. ശില്പികൾ, രാഷ്ട്രീയക്കാർ, സ്റ്റാർട്ടപ്പുകൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം ശ്രദ്ധിക്കണം. അതേപോലെ കാർഷിക മേഖല, ടെക്സ്റ്റൈൽസ് മേഖല ഇവർക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ്. മനോരോഗ ചികിത്സാ രംഗത്തുള്ളവർക്ക് അനുകൂലമാണ്. പെയിൻറ് മേഖല അനുകൂലമാണ്.
ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. പരിസ്ഥിതി പ്രവർത്തന അനുകൂലമാണ്. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്പമൊക്കെ മേന്മയുണ്ടാവും. ശീതളപാനീയം, വഴിയോര കച്ചവടം മേന്മയാണ്. മൃഗസംരക്ഷണ മേഖല, ബേക്കറിയുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലയ്ക്ക് അനുകൂലം. സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ്. എന്നാൽ സാഹസിക കർമ്മങ്ങൾ, അഗ്നി സംബന്ധമായ തൊഴിലുകൾ, കച്ചവടം പൊതുവെ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല. റിയൽ എസ്റ്റേറ്റ് മേഖലയൊക്കെ വളരെ പ്രയാസമാണ്. പ്രതിരോധ സൈനിക മേഖല, സാങ്കേതിക, മെക്കാനിക്, എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്ക് അനുകൂലമല്ല. IT മേഖല അനുകൂലമല്ല. ആട് ഫാം, മാനേജിംഗ് മേഖല അത്ര അനുകൂലമല്ല. ഡ്രൈവർ മാർട്ട്, സ്പോർട്സ് രംഗം, നിയമപാലനം, പോലീസ്, കോടതി, യന്ത്രങ്ങളുടെ മെക്കാനിക്സ് മേഖല, ലോട്ടറി ഇതൊക്കെ അനുകൂലമല്ലാത്ത ഒരു മേഖലയാണ്. വൃശ്ചികക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ വിദ്യാഭ്യാസ മേഖല അനുകൂലമല്ല. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമല്ല. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷകർ, ഡാറ്റ അനാലിസ്റ്റുകൾക്കൊന്നും അനുകൂലമല്ല. PR മേഖല, ധനകാര്യ മേഖല അനുകൂലമല്ല. അതേപോലെ എന്നാൽ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖല അനുകൂലമാണ്. ന്യായാധിപന്മാർ, അഭിഭാഷകർ തുടങ്ങിയവർക്കൊക്കെ ഗുണകരമാണ്. സർക്കാർ ജീവനക്കാർക്ക്, ആസൂത്രണം, പ്രൊജക്റ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലം. ടൂറിസം മേഖല, ബിസിനസ് രംഗം പൊതുവെ അനുകൂലം. നയതന്ത്ര മേഖല, രാജ്യാന്തര വ്യാപാരം ഇതൊക്കെ അനുകൂലം. അതേപോലെ ഫാഷൻ, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾക്കൊക്കെ അങ്ങനെയുള്ളവരുടെ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലം. വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലം. ബ്യൂട്ടി പാർലറുകൾക്ക് അനുകൂലം. ഇന്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റലുകൾ, നഴ്സിംഗ് മേഖല അനുകൂലം. സിനിമാ മേഖല അനുകൂലം. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മേഖലയാണ് അനുകൂലം എന്ന് പറയുന്നത് കേട്ടോ. ഉപഭോക്തൃ മേഖല, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ആഭരണ മേഖല, ഹോം നഴ്സിംഗ് മേഖല ഇതൊക്കെ അനുകൂലം. എന്നാൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമല്ല. മത്സ്യമാംസാദി കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾക്ക് അനുകൂലമല്ല. മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്ന വൃശ്ചികക്കൂറുകാർക്കൊന്നും അനുകൂലം അല്ല. ധനുരാശി: മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ഈ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും ബിസിനസ് രംഗത്തൊക്കെ. ആരോഗ്യ മേഖലയിൽ അത്ര അനുകൂലമൊന്നുമല്ല. ശില്പികൾ, രാഷ്ട്രീയക്കാർ അവർക്ക് ഒട്ടും അനുകൂലമല്ല. സ്റ്റാർട്ടപ്പുകൾ, പൂജാദ്രവ്യങ്ങൾ അനുകൂലമല്ല. സ്വർണ്ണ മേഖല അനുകൂലമല്ല. ആയോധന കലാരംഗം അനുകൂലമല്ല. മരവ്യവസായം, എക്സിക്യൂട്ടീവ് ഇവർക്കൊന്നും അത്ര അനുകൂലമല്ല. ഈ കച്ചവടം പൊതുവെ അനുകൂലമല്ല. അതേപോലെ കാർഷിക മേഖല, ടെക്സ്റ്റൈൽസ് മേഖല, മനോരോഗ ചികിത്സ, പെയിൻറ്റിങ് ഇതൊന്നും അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, സ്ത്രീകൾ, പരിസ്ഥിതി പ്രവർത്തകർ അവർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള പ്രവർത്തനമല്ല. ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർ അവർക്കൊന്നും അനുകൂലമല്ല. മൃഗസംരക്ഷണ മേഖല അനുകൂലമല്ല. ഈ ഭക്ഷണമൊക്കെ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നവർക്ക് എല്ലാ രീതിയിലുള്ള ഭക്ഷണം അനുകൂലമല്ല. അതേപോലെ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാഹസിക പ്രവർത്തികൾ, അഗ്നി അനുകൂലമല്ല. ഇരുമ്പ്, സ്റ്റീലുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. മൃഗസംരക്ഷണ മേഖല അനുകൂലമല്ല. കച്ചവടം ഇതൊന്നും അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖല, ഇലക്ട്രിക്സ് മേഖല, അതേപോലെ ലോട്ടറി, ഡ്രൈവർമാർ ഇവർക്കൊന്നും മേന്മയില്ലാത്ത ദിവസമാണ്. പോലീസ്, കോടതി ഇവയൊക്കെ ബന്ധപ്പെട്ടവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ വിദ്യാഭ്യാസ മേഖല, സോഷ്യൽ മീഡിയ പ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. എഴുത്തുകാർ, കവികാർ എന്നിവർക്ക് അനുകൂലമാണ്. പത്രപ്രവർത്തകർ, ഗവേഷകർ, ഡാറ്റ അനാലിസിസ്റ്റ് എന്നിവർക്ക് അനുകൂലമാണ്. ധനകാര്യ മേഖല, PR മേഖല ഇവർക്കും അനുകൂലം ആണ്. ദേവകാര്യങ്ങളൊന്നും ചെയ്യുന്ന ധനുക്കൂറുകാർക്ക് അനുകൂലമല്ല. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമല്ല. ആസൂത്രണം, പ്രൊജക്റ്റുകൾക്ക് ആസൂത്രണം ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. ടൂറിസം മേഖല അനുകൂലമല്ല. ദേവകർമ്മങ്ങൾ, കൺസൾട്ടിംഗ് മേഖല അതൊന്നും അനുകൂലമല്ല. നയതന്ത്ര മേഖല അത്ര അനുകൂലമല്ല. ടൂറിസം മേഖല അനുകൂലമല്ല. എന്നാൽ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കളുടെ വിപണനം, ആഡംബര വസ്തുക്കൾ ഇതൊക്കെ അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലം. ബ്യൂട്ടി പാർലർ അനുകൂലം. ഇന്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ, നഴ്സിംഗ് മേഖല അനുകൂലം. സിനിമാ മേഖല അനുകൂലം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലം. ആഭരണ മേഖല അനുകൂലം.
ഉപഭോക്തൃ സംരക്ഷണ മേഖല അനുകൂലം, ഹോം നഴ്സിംഗ് മേഖലയൊക്കെ അനുകൂലമാണ്. അതേപോലെ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർ, മത്സ്യമാംസാദി കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം. മകരക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനം ഉണ്ടെന്നുള്ളത് കൊണ്ട് പൊതുവെ അനുകൂലമാണ്. കുറച്ചൊക്കെ മേന്മയുണ്ടും. ഗുണദോഷ സമ്മിശ്രമായിരിക്കും തൊഴിൽ മേഖലയെങ്കിലും കുറച്ചൊക്കെ മേന്മയുണ്ടാവും. ആരോഗ്യ മേഖലയിലുള്ളവർക്ക് അനുകൂലമല്ല. കച്ചവടക്കാർക്ക് പൊതുവേ മേന്മയുണ്ട്. എന്നാൽ പഴക്കച്ചവടക്കാർക്ക് അത്ര പെട്ടെന്ന് ഡാമേജ് ആവുന്ന വസ്തുക്കളൊന്നും കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ശില്പികൾ, രാഷ്ട്രീയക്കാർ ഇവർക്ക് അനുകൂലമല്ല. സ്റ്റാർട്ടപ്പുകൾക്ക് അനുകൂലമല്ല. പൂജാദ്രവ്യങ്ങൾ അനുകൂലമല്ല. സ്വർണ്ണ മേഖല, മരവ്യവസായം അനുകൂലമല്ല. അതേപോലെ ടെക്സ്റ്റൈൽസ് മേഖല, കാർഷിക മേഖല, മനോരോഗ ചികിത്സാ മേഖല ഇതൊന്നും അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അനുകൂലമല്ല. സ്ത്രീകൾ ചെയ്യുന്ന തൊഴിലുകൾ പ്രത്യേകിച്ച് അത്ര അനുകൂലമല്ല. കച്ചവടം പൊതുവെ അനുകൂലം അല്ല. അതേപോലെ സാഹസിക മേഖല അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. ഇലക്ട്രോണിക്സ് മേഖല അനുകൂലമല്ല. IT മേഖല അനുകൂലമല്ല. ലോട്ടറി മേഖല, ഡ്രൈവർ മേഖല അനുകൂലമല്ല. നിയമപാലനം അനുകൂലമല്ല. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ വിദ്യാഭ്യാസ മേഖല അനുകൂലമല്ല. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമല്ല. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷകർ ഇവർക്ക് അനുകൂലമല്ല. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം PR മേഖല, ധനകാര്യ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. എന്നാൽ ദേവകർമ്മങ്ങൾ, കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷകർ ഇവർക്ക് അനുകൂലമാണ്. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമാണ്. ആസൂത്രണം, പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ടൂറിസം മേഖല അനുകൂലമാണ്. ദേശീയ വിദേശീയ വാർത്തകളൊക്കെ നൽകുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. അതേപോലെ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ ഇതൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖലകൾ, മാരേജ് ബ്യൂറോ അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ അനുകൂലമാണ്. ഇന്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ, നഴ്സിംഗ് മേഖല, സിനിമാ മേഖല അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. ആഭരണ മേഖല അനുകൂലമാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഹോം നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമാണ്. നിർമ്മാണ മേഖല, ശുചീകരണ തൊഴിലാളികൾ, അതുപോലെ ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർ, മത്സ്യമാംസാദി കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായ ദിവസമാണ്. ഇനി നമുക്ക് 4/3/2025 ചൊവ്വാഴ്ചത്തെ കുംഭക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കുംഭക്കൂറുകാർക്ക് ദൈവാധീനമൊക്കെ കുറവാണ്. ദോഷകരമായ അവസ്ഥയാണ് തൊഴിൽ മേഖലയിൽ കൂടുതൽ ഉണ്ടാവുക. എങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, സോഷ്യൽ മീഡിയ പ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർക്ക് അനുകൂലമാണ്. ധനകാര്യ മേഖല, PR മേഖല, ഡേറ്റ അനാലിസിസ്റ്റുകൾക്ക് അനുകൂലമാണ്. അതേപോലെ തന്നെ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ ഇവർക്കൊക്കെ അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ, ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, നഴ്സിംഗ് മേഖല അനുകൂലമാണ്. സിനിമാ മേഖല, അതേപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആഭരണ മേഖല അനുകൂലമാണ്. ഹോം നഴ്സിംഗ് മേഖല അനുകൂലമാണ്. പിന്നെ ദൈവാധീനം വളരെ കുറവായതുകൊണ്ട് എല്ലാ തൊഴിൽ മേഖലകളിലും കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും. ആരോഗ്യ മേഖല ഒട്ടും അനുകൂലമല്ല, വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ഈ മരവ്യവസായവും സ്റ്റീല്, ഇരുമ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, കച്ചവട മേഖലയിലുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ മൃഗസംരക്ഷണ മേഖലയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ എല്ലാ മേഖലയിലുള്ളവരും ഞാൻ ഒന്ന് ശ്രദ്ധിച്ച് ഈ കുംഭക്കൂറുകാർ നിൽക്കുന്ന നന്നായിരിക്കും. കാരണം അവർക്ക് ദൈവാധീനം ഒട്ടുമില്ല. മീനക്കൂറുകാരുടെ അവസ്ഥ വ്യത്യസ്തമല്ല. മീനക്കൂറുകാർക്ക് ദൈവാധീനം വളരെ കുറവാണ്. എങ്കിലും നേഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. വിവാഹ സംബന്ധമായ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ബ്യൂട്ടി പാർലറുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഇൻറ്റീരിയർ ഡിസൈൻ അനുകൂലമാണ്. വാഹനങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ്. ഹോം നഴ്സിംഗ് മേഖല അനുകൂലമാണ്. നഴ്സിംഗ് മേഖല അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ സ്വർണ്ണ വ്യാപാരമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കച്ചവടം പൊതുവെ അനുകൂലമല്ല. സ്ത്രീകളൊക്കെ പ്രവർത്തിക്കുന്ന മേഖല പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഈശ്വരാധീനം വളരെ കുറവായതുകൊണ്ട് ദേവാദി കർമ്മങ്ങളും
അങ്ങനെയുള്ള കാര്യങ്ങൾ നിയമമേഖല ഒന്നും അനുകൂലമല്ല. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ തൊഴിൽ മേഖലയെ സമീപിക്കുക. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും തൊഴിൽ മേഖലകളെക്കുറിച്ച് അറിയേണ്ടതുണ്ടെങ്കിൽ അത് മെസ്സേജ് ചെയ്താൽ അത് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.